എന്തുകൊണ്ടാണ് പലർക്കും അവരുടെ ജോലി നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ന് ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് പല മേഖലകളിലുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് ജോലി അന്വേഷിച്ച് നടക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ അത്ര തന്നെയും സമാനമായ ഓപ്പർച്യൂണിറ്റീസ് റിയലി മാർക്കറ്റിലുണ്ട്. അങ്ങനെ പലരും ജോബ് നേടുകയും പിന്നീട് അവർക്ക് പെട്ടെന്ന് തന്നെ ജോബ് നഷ്ടപ്പെടുകയും ചെയ്യാറുണ്ട്. കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി നേടുകയും പെട്ടെന്ന് തന്നെ അവർ ജോലിയിൽ നിന്ന് മാറി വേറെ കമ്പനിയിലോ മറ്റു സ്ഥാപനങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് പലർക്കും ജോബ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരാൾക്ക് ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ ചില കാര്യങ്ങൾ അയാളെ ജോബിനോടൊപ്പം തന്നെ അയാളുടെ നിത്യജീവിതത്തിൽ അയാൾ കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, അയാൾ എപ്പോഴും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ 100% കമ്മിറ്റ്മെൻറ്റോട് കൂടി വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഡെവലപ്മെൻറ്റും ജോബിൽ അയാൾക്ക് പൂർണ്ണമായിട്ടും കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. പല ആൾക്കാരും ജോബിൽ കയറിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒന്ന്, കലണ്ടറിലെ ചുവപ്പ് അക്കങ്ങൾ, കാരണം അവർക്ക് എന്നാണ് ലീവ് കിട്ടുക എന്നുള്ളതിലായിരിക്കും കോൺസെൻട്രേഷൻ. 2, നെക്സ്റ്റ് മന്ത് 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള സാലറി കിട്ടുന്ന സമയത്ത് കൗണ്ട് ചെയ്യും. സത്യത്തിൽ നമ്മളൊരു ജോബിന് കയറിക്കഴിഞ്ഞാൽ, എന്ത് ജോബും ആയിക്കോട്ടെ, ആ ജോലിക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമ്മളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മളെ എംപ്ലോയർ തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ചെയ്തു കൊടുക്കണമെങ്കിൽ നമ്മളുടെ ജോലിയിൽ 100% കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളെ ജോലിയിൽ നമുക്ക് ശോഭിക്കാനും നമ്മളെ ജോലി വളരെ വൃത്തിയായിട്ടും വളരെ പെർഫെക്റ്റായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ടാമതായി, ഒരാൾ ജോലി കയറിക്കഴിഞ്ഞാൽ അയാൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അയാളുടെ ജോലിയിൽ അയാൾ എപ്പോഴും സിൻസിയറായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അയാളുടെ ജോലിയിൽ അയാൾക്ക് ഒരു ട്രസ്റ്റ് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരിക്കലും വഞ്ചനയോ കള്ളത്തരമോ കാണിക്കാത്ത വിധത്തിൽ നമ്മൾ ജോലി ചെയ്യണം. ഏതൊരു എംപ്ലോയറും ഏതൊരു കമ്പനിയും അവരുടെ എംപ്ലോയീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തങ്ങളുടെ എംപ്ലോയീസ് എപ്പോഴും വിശ്വസിക്കാൻ കൊള്ളുന്ന, ഏത് കാര്യത്തിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നുവെങ്കിൽ എന്ന് എല്ലാ എംപ്ലോയീസും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏത് കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ വർക്കിൽ നമ്മൾ 100% സിൻസിയറായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. മൂന്നാമതായി, നമ്മളൊരു ജോലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഞ്ച്വലായിരിക്കണം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമുക്കൊരു കമ്പനി ഒരു സമയം തന്നു കാണും. രാവിലെ 9 to 5 ആണെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായി 9 അല്ലെങ്കിൽ 9 മണി ആകുന്നതിൻ്റെ 5 മിനിറ്റെങ്കിലും നമ്മൾ ഓഫീസിൽ എത്തിയിട്ടുള്ള ഒരു ശീലം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ കറക്റ്റ് 5 മണിയാണെങ്കിൽ 5 മണി അല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓഫീസ് വിട്ട് പോകാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പഞ്ച്വാലിറ്റി പലർക്കും ഒരു പ്രോബ്ലമാണ്. ചില ആൾക്കാർ 9 മണി പറയുമ്പോൾ 9:15, 9:30 ഇങ്ങനെയുള്ള സമയത്തായിരിക്കും ഓഫീസിൽ വരിക. അതിനുള്ള കാരണം അത് നമ്മളെ നിത്യജീവിതത്തിൽ നമുക്കൊരു ഹാബിറ്റായി മാറുന്നത് കൊണ്ടാണ്. ഒരു പ്രവൃത്തി സാധാരണ കേസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ ആദ്യത്തിൽ നമുക്ക് കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വന്നെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ 9 മണിക്കോ അല്ലെങ്കിൽ 9 മണിയുടെ മുന്നെയോ നമ്മൾ വന്ന് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ അങ്ങനെ ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യുകയും കൃത്യമായിട്ട് നമുക്ക് അതേ സമയത്ത് തന്നെ ഓഫീസിലെത്തേണ്ട സമയത്ത് തന്നെ നമുക്ക് ഓഫീസിലെത്താനും സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള എംപ്ലോയീസിനോട് പൊതുവെ എംപ്ലോയർക്ക് പ്രത്യേക താല്പര്യവും അവരോട് ഒരു പ്രത്യേക ഒരു കമ്മിറ്റ്മെൻറ്റൊക്കെ സാധാരണ രീതിയിൽ കമ്പനീസിലെ ഓണേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ കാണിച്ചു വരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. നാലാമതായി, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഒരു ഡെവലപ്മെൻറ്റ് തോട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് തോട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു 10,000 rupees സാലറി കിട്ടുന്ന ഒരു പൊസിഷനാണെങ്കിൽ അതിൽ തന്നെ ജീവിച്ച് പോകുക എന്നതിനേക്കാൾ ഉപരി അടുത്ത ലെവലിലോട്ട് നമ്മുടെ തോട്ട്സിനെ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ്. നമ്മുടെ ജോലിയിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ആൾക്കാരും ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ടും അവയർനെസ് കിട്ടാത്തവരായിരിക്കാം. അതായത് 10,000 rupees ആണ് നമുക്ക് സാലറി കിട്ടുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ 10,000 rupees വേർത്ത് വരുന്ന സർവീസ് നമ്മൾ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്താൽ പോരാ. എനിവേ നമ്മൾ ഒരു 10,000 15,000 20,000 ആണ് സാലറി നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും അതിൻ്റെ ഇരട്ടിയിൽ കൂടുതലോ വില മതിക്കുന്ന സർവീസുകൾ നമ്മളെ കമ്പനിയിലോട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലോട്ട് നമുക്ക് പ്രൊമോഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് കിട്ടുന്ന സാലറിയേക്കാളും എത്രയോ ഇരട്ടി സർവീസുകളാണ് നമ്മൾ കമ്പനിയിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നല്ല സ്കില്ലുണ്ട്, നമ്മൾ 100% സിൻസിയർ ആണ് എങ്കിൽ
ഒരു എംപ്ലോയറും അയാളെ കീഴിലുള്ള എംപ്ലോയിയെ ആ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് 10,000 റുപ്പീസ് സാലറി കിട്ടുന്നു എങ്കിൽ അയാൾ ഒരു 25,000 റുപ്പീസിൻ്റെ സർവീസാണ് ആ കമ്പനിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ ഒരുപക്ഷെ കമ്പനി ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിലും എനിവേ ആ കമ്പനിയിലെ എംപ്ലോയർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ടോ റിസ്ക് എടുത്തിട്ടോ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും ഇയാൾക്ക് കൊടുക്കേണ്ട സാലറി കൊടുത്തുകൊണ്ട് ആ എംപ്ലോയിയെ കമ്പനിയിൽ നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഇനി ഒരാൾ മാസം 50,000 അല്ലെങ്കിൽ 60,000 മന്ത്ലി സാലറി വാങ്ങുന്ന ആളാണെങ്കിൽ അയാളുടെ ആ മാസത്തെ സർവീസ് 1,50,000 വേർത്ത് വരുന്ന സർവീസാണ് കമ്പനിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ആ എംപ്ലോയിയെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തില്ല. കമ്പനി ഏത് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കിലും ഇതിനേക്കാൾ വേറെ ഏതെങ്കിലും ഒരു വഴിയിൽ എങ്ങനെയാണോ അയാൾക്ക് അത്രയും വലിയൊരു എമൗണ്ട് കിട്ടുക, ഇനി ആരോടെങ്കിലും ഗോൾഡെങ്കിലും പണയം വെച്ചിട്ടോ മറ്റോ എങ്കിലും ഈ എംപ്ലോയിയെ സാലറി കൊടുത്തുകൊണ്ട് കമ്പനിയിൽ നിലനിർത്തുമെന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് ബിഗ് സാലറിയാണ് കമ്പനിയിൽ നേടുന്നതെങ്കിൽ ഒരു 1,50,000 അല്ലെങ്കിൽ 2,00,000 റുപ്പീസോ 1,00,000 റുപ്പീസോ ഒക്കെ സാലറി വാങ്ങുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ ആ എംപ്ലോയി 2 ലക്ഷമോ 3 ലക്ഷമോ 4 ലക്ഷമോ വെറുത്ത് വരുന്ന സർവീസാണ് കമ്പനിയിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിക്ക് ഒരു പക്ഷേ സാലറി കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനോ അത്രമാത്രം ഇക്കോണമി ക്രൈസിസ് നേരിടുന്നൊരു സിറ്റുവേഷനോ ആണെങ്കിൽ സർവ്വസാധാരണയായിട്ട് ആ എംപ്ലോയിയെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കിയാൽ കമ്പനിക്ക് ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഭയങ്കര നഷ്ടവും വലിയ പ്രയാസവും നേരിടേണ്ടി വരും എന്നുള്ള ഒരു പ്രോബ്ലം ഒരു എംപ്ലോയർ ഫേസ് ചെയ്യുന്നത് കൊണ്ട് കമ്പനിയുടെ ഒരു പോർഷൻ ഷെയർ വരെ ആ എംപ്ലോയിയുടെ പേരിൽ പല എംപ്ലോയേഴ്സും അല്ലെങ്കിൽ പല കമ്പനികളും എഴുതി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിൽ ഒരാൾ ഏത് കമ്പനിയിലും ഏത് ബിസിനസ് സ്ഥാപനത്തിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ജോബ് ഒരു കാരണവശാലും അയാൾക്ക് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എംപ്ലോയീസായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.